നമ്മുടെ വാതിലുകൾ നമ്മൾ അടയ്ക്കുന്നു. എന്താണ് പുതിയ സെറ്റപ്പ്? സ്റ്റിക്കൊക്കെ ഉണ്ടല്ലേ? ഇത് പുതിയ സ്റ്റിക്കല്ല, പഴയ സ്റ്റിക്ക് തന്നെയാണ്. പിന്നെ കുറച്ചൊരു വൈഡ് വ്യൂ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് വെച്ചു. പിന്നെ ഇന്ന് എവിടേക്കപ്പോൾ ഷർട്ടും തൊപ്പിയും ബാഗൊക്കെ ഇട്ടിട്ട് എവിടേക്കാണ് യാത്ര? ഇന്ന് ഇവിടെ ക്ലീവ് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഗ്രാമത്തിൽ നിന്നും വേറൊരു അതിമനോഹരമായ വേറെ സിറ്റി അവിടേക്കാണ് പോകണം. അവിടെ എന്താ പരിപാടി? നിങ്ങൾ നാട്ടിൽ KCYM എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. KCYM അതൊരു സംഘടനയാണ്, ക്രിസ്ത്യൻസിൻ്റെ ഗ്രൂപ്പിലുള്ള CLC പോലത്തെ സംഘടനയാണ്. അപ്പോൾ അതുപോലെ SMYM എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് ജർമ്മനിയിൽ, സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ്. സോ അതിൻ്റെ ചെറിയൊരു പരിപാടി, സമ്മറൊക്കെയല്ലേ, അപ്പോൾ ചെറിയൊരു പരിപാടി, ഗ്രിൽ ഫെസ്റ്റിവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം SMYM മെമ്പർ ആവാൻ താല്പര്യപ്പെടണം. ഇതിലുമല്ലാണ് അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, സോ നമ്മൾ അവിടെ പോണത് ഗ്രില്ല് ചെയ്യാനാണ്. അവിടെ മിക്കവാറും ഗ്രില്ല് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഗ്രില്ല് ചെയ്യാൻ സഹായിച്ച അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഈ സ്റ്റിക്ക് കളയാൻ പോകണം. 1 2 3. ആസ് യൂഷ്വൽ ഇന്നിവിടെ ഭയങ്കര വെയിലാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് വെയിൽ, നല്ല രീതിയിൽ കാറ്റുകൊണ്ടിട്ട് ക്ലീവിൽ നിന്നും അതിമനോഹരമായ സ്ഥലത്ത് നിന്നും ഡുസൽഡോർഫിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ക്ലീവിലത്തെ ട്രെയിൻ. വെരി ബ്യൂട്ടിഫുൾ അല്ലേ? ക്ലീവിൽ നിന്നുള്ള വണ്ടി പെട്ടെന്ന് എത്തിയതുകൊണ്ടും ഫാസ്റ്റ് ആയതുകൊണ്ടും കൊളൻ മുൾഹൈമിലേക്കുള്ള വണ്ടി കുറച്ചുകൂടി ഡിലേ ആയി. ഇപ്പം എത്തിക്കൊണ്ടിരിക്കണോ? അങ്ങനെ ഞങ്ങൾ കൊളോൺ മുൾഹൈമിൻ്റെ അവിടേക്ക് എത്തി. ഇതെൻ്റെ കൂട്ടുകാരൻ നൻപൻ എൻട്രൻസിലേക്ക് പോകുന്നു. ഓൺ ദി വേ 10 ലെഫ്റ്റ് അല്ല, സ്ട്രെയിറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ചുകൂടി പോകണം. ചെറുതായി വഴി തെറ്റി നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. അന്ന് വഴി തന്നെ തിരിച്ച്. പരിപാടി അങ്ങോട്ട് ഉഷാറായി. എല്ലാതും വളരെ പെട്ടെന്നായിരുന്നു. നേരെ പോയി കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞ്, മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഭക്ഷണത്തിലേക്ക് കടന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് എൻ്റെ ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാതെ തന്നെ മിണ്ടാതെ ഒരു ഭാഗത്ത് പോയി എല്ലാ രീതിയിലുള്ള